കാര്യങ്ങൾ അല്പം ധൃതിയിലാണ്. പെരുമുഖമെല്ലാം കല്ലിന് കഴുകുന്നതിൻ്റെ സുഖം പിടിച്ച് കിടക്കുകയാണ് ചന്ദ്രശേഖരൻ. ഒഴുക്കുവെള്ളത്തിലെ കിടപ്പും കുതിർന്ന കല്ലിനുള്ള കഴുക്കും ഏത് ആനയെയാണ് സുഖം പിടിപ്പിക്കാത്തത്? കിടത്തിയുള്ള കഴുക്ക് കഴിഞ്ഞ് ആനയെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇനി ഇരുത്തിക്കഴുക്കിനുള്ള നേരം. ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം എത്തിച്ച് ഓടിച്ചൊരു കഴുക്ക്. അതിനിടയിലാണ് ചന്ദ്രുവിന്റെ പ്രവൃത്തി ശ്രദ്ധിച്ചത്. പുഴയിൽ നിന്ന് തുമ്പിയിൽ മണൽ വാരിയെടുത്ത് കൊമ്പിൽ ചുറ്റിപ്പിടിച്ച് ഉരച്ചു കഴുകുകയാണ് അവൻ. ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം ഞാൻ ആദ്യമായാണ് ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത്. ഈ ഒരു അവസരത്തിൽ ആരും പറയാതെ തന്നെ ആന അത് ചെയ്തുവെങ്കിൽ ആ സമയം അവൻ്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ കൊമ്പുകളും ഭംഗിയുള്ളതാവണം, അത് വൃത്തിയായിരിക്കണം. ഇങ്ങനെ ആയിരിക്കുമോ അവൻ മനസ്സിൽ ചിന്തിച്ചു കാണുക? ഉത്തരം കിട്ടാത്ത ചോദ്യമല്ലേ? കുളി കഴിഞ്ഞ് കയറിയാൽ മനുഷ്യനായാലും ആനയ്ക്കായാലും ഒരു വിശപ്പുണ്ട്. പാപ്പാന്മാർക്ക് ആ കാര്യം അറിയാവുന്നതുകൊണ്ട് അവർ കരുതി വെച്ച പട്ടയത്തെയും ആനയ്ക്ക് നൽകി. അവനത് അങ്ങനെ നിന്ന് ആസ്വദിച്ച് തിന്നുന്നു. ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരത്തോളം അവനിനി ആ നിൽപ്പങ്ങ് നിൽക്കും. ഇളം വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്നത് അവനൊരു സുഖമാണ്.